Assalamualaikum. Good morning to all. Welcome to Max class. Before starting the class, let's say dua for knowledge. Rabbi Yasir, Walatu Asir, Watamim bil Khair, Wabikin Asta'inu, Ya Fattahu, Rabbi Sidane Alma, Rabbi Sidane Alma, Rabbi Sidane Alma. So today we are going to study the multiplication of a two-digit number by a two-digit number. ഇതുവരെ നമ്മൾ എന്തുവായിരുന്നു പഠിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ടു-ഡിജിറ്റ് നമ്പർ ബൈ എ വൺ-ഡിജിറ്റ് നമ്പർ ആയിരുന്നു അല്ലേ? നമ്മൾ ടു-ഡിജിറ്റ് നമ്പറിനെ ഒരു വൺ-ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി എന്താണ്? രണ്ട് ടു-ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട് ദ ക്ലാസ്? ഓക്കെ, ഫസ്റ്റ് വൺ 23 into 13. Okay, 23 into 13. So 23 and 13 are two-digit number. Okay, so how to multiply? എങ്ങനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം? So listen carefully. ഫസ്റ്റ് എന്താണ്, നമ്മൾ ഈ നമ്പേഴ്സിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, സോ 23 into 13. Okay, 23 into 13. Okay, so 23ൽ ടു-ഡിജിറ്റ് നമ്പേഴ്സിൽ ഏതൊക്കെയായിരുന്നു പ്ലേസ്? വൺസും ടെൻസും അല്ലേ? സോ 23 into 13ൽ നമ്മൾ 3 സ്റ്റെപ്സിലാണ് നമ്മൾ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. എത്ര സ്റ്റെപ്പിലാണ്? 3 സ്റ്റെപ്സ്. നോക്കുക, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ 3യെ ഈ ഓരോ ടോപ്പിലുള്ള ഓരോ നമ്പേഴ്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ലിസൺ കെയർഫുള്ളി. സോ ഫസ്റ്റ് ഈ 13ലെ വൺസിൻ്റെ പ്ലേസിലുള്ള 3യെ ഈ 23ലെ 3 കൊണ്ടും 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 ഏതാണ്? ഫസ്റ്റ് ഈ 3യെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 3യെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 3s are 9. എത്രയാണ് 3 3s are? 3 3s are 9. സോ ആ 9 ദാ നമ്മളിവിടെ എഴുതി. ഓക്കെ, ദെൻ ഈ 3യെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3യെ അടുത്ത ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 3 2s are 6. സോ ആ 6 ദാ ഇവിടെ എഴുതി. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്താ പറയുന്നത്? 23 into 13 ആണ്. സോ ആ 13ലെ 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ടോപ്പിലുള്ള ഓരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുക. ഓക്കെ, സോ ഇതാ നോക്കേ, ഈ 3 എന്ന് പറയുന്നത് വൺസിൻ്റെ പ്ലേസിലാണ്. സോ ഈ 3യെ നമ്മൾ ഫസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 9. ദെൻ ഈ 3യെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 6. ഫസ്റ്റ് സ്റ്റെപ്സ് ഓവർ. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ 1നെ ഈ ഓരോ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ മിസ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ 3യെ ഈ ഓരോ നമ്പർ കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എഴുതി. ഇനി സ്റ്റെപ്പ് 2ൽ എന്താ പറയുന്നത്? ഈ 1നെ ഈ ടോപ്പിലുള്ള ഓരോ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു മൾട്ടിപ്ലൈ 1 by 3. ഓക്കെ, 1നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 3. 1നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3. ആ 3 എഴുതേണ്ടത് നോക്കേ, ഈ 13 എന്ന് പറയുന്നത് ഏത് ടെൻസിൻ്റെ പ്ലേസിലല്ലേ ഈ 1 നിൽക്കുന്നത്? ഈ 1 കൊണ്ടല്ലേ നമ്മൾ ഓരോ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഈ 6ൻ്റെ താഴെയായിട്ട് വേണം ആ 3 എഴുതാൻ. ലിസൺ കെയർഫുള്ളി. ഫസ്റ്റ് എന്താ എഴുതിയ? ഈ 1നെ നമ്മൾ എന്ത് ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 6ൻ്റെ താഴെ വേണം അത് എഴുതാൻ. അല്ലാതെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റാണ്. ഓക്കെ, സോ നമ്മൾ എവിടെ എഴുതേണ്ടത്? ഈ 6ൻ്റെ തൊട്ട് താഴെ വേണം എഴുതാൻ. ഓക്കെ, ദെൻ ഈ 1നെ ഇനി എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2s are 2. ആ 2 എവിടെ എഴുതണമെന്ന് അറിയാമോ? ഇതാ ഇവിടെ. ഓക്കെ, എന്താ മിസ് പറഞ്ഞത്? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ലിസൺ കെയർഫുള്ളി. ഫസ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 23 into 13 ആണ് അല്ലേ? സോ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ 23നെ നമ്മൾ ഈ 13ലെ 3 കൊണ്ട് ഫസ്റ്റ് ഈ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതും. ഓക്കെ, സോ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 3s are 9. ദെൻ 3 2s are 6 എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. ദെൻ ഇനി എന്താണ് ചെയ്യുന്നത്? 13ലെ ഈ ടെൻസിൻ്റെ പ്ലേസിലുള്ള
വണ്ണിനെ ടെൻസിൻ്റെ പ്ലേസിലുള്ള വണ്ണിനെ എന്ത് ചെയ്യുക, ഈ ടോപ്പിലുള്ള ഓരോ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, വണ്ണിനെ ഫസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വണ്ണിനെ അത് കഴിഞ്ഞ ശേഷം ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ 1/2. ഫസ്റ്റ് എന്ത് ചെയ്തു, വണ്ണിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഏതിൻ്റെ താഴെ എഴുതി, ഇവിടെ നിന്നുള്ള രണ്ടാമത്തെ നമ്പറിൻ്റെ തൊട്ട് താഴെ എഴുതി. ഓക്കെ, ദെൻ ഇനി എന്താണ്, വണ്ണിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 3ക്ക് ശേഷം എഴുതി, 3ക്ക് മുമ്പായിട്ട് എഴുതി. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 എന്ത് ചെയ്യണം, ഈ രണ്ട് നമ്പേഴ്സൂടെ ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം, 69ഉം 23യും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഫസ്റ്റ് എന്താ നോക്കിക്കേ, ഇങ്ങനെ തന്നെ ഈ പാറ്റേണിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. സോ 9 അതുപോലെ തന്നെ താഴോട്ട് ഇറക്കുക. ദെൻ 6 + 3 9. ദെൻ 2 അതുപോലെ തന്നെ താഴോട്ട് ഇറക്കുക. സോ ദ ആൻസർ ഈസ് 299. ഓക്കെ, 299. സോ നമ്മൾ ആഡ് ചെയ്ത് എങ്ങനെയായിരുന്നു മിസ് പറഞ്ഞത്, 69ഉം 23 ആണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഈ 23 ഈ 9ൻ്റെ ഈ 3 ഇവിടെ 9ൻ്റെ താഴെ എഴുതിയാൽ മിസ്റ്റേക്ക് ആണ്. സോ നമ്മൾ 69ൻ്റെ 6ന് താഴെ വേണം 3 എഴുതാൻ. ദെൻ ഇപ്പുറത്തെ സൈഡിൽ വേണം 2 എഴുതാൻ. ഓക്കെ, ദെൻ നമ്മൾ 9 അതുപോലെ തന്നെ താഴോട്ട് ഇറക്കുന്നു. 6 + 3 9. ദെൻ 2 അതുപോലെ തന്നെ താഴോട്ട് ഇറക്കുന്നു. സോ ആൻസർ ഈസ് 299. ഓക്കെ, സോ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. (22 into 31. 22 into 31. സോ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 22 ആണ്. 22 ആൻഡ് 31 ആർ ദ 2 ഡിജിറ്റ് നമ്പേഴ്സ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ 31ലെ ഈ 1 കണ്ട് ടോപ്പിലുള്ള ഓരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ പറഞ്ഞത്, ഈ 1 കൊണ്ട് ടോപ്പിലുള്ള ഓരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുക. ഓക്കെ, സ്റ്റെപ്പ് 1 എന്താണ്, ഈ 1നെ ഫസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 1നെ എന്നതിന് ശേഷം 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 2s are, വാട്ട് ഇസ് ആൻസർ? 1 2s are 1 2s are 2. സോ ആ 2 നമ്മളിത് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ദെൻ ഇനി 1 കൊണ്ട് എന്ത് ചെയ്യുക, ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ അഗെയിൻ 1 2s are എത്രയാണ്? 2. സോ ഇവിടെ 2 എഴുതാം. ഓക്കെ, ദെൻ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? സ്റ്റെപ്പ് 2 എന്താണ് പറയുന്നത്? സ്റ്റെപ്പ് 2 ഈ 1 കഴിഞ്ഞു. 1 കൊണ്ട് നമ്മൾ ടോപ്പിലുള്ള നമ്പേഴ്സിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ്, ഈ 3 കൊണ്ട് ടോപ്പിലുള്ള ഓരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ മിസ് പറഞ്ഞത്? ഈ 3 കൊണ്ട് ഈ ടോപ്പിലുള്ള ഓരോ നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 2s are, വാട്ട് ഇസ് ആൻസർ? 3 2s are 6. 3 2s are 6. ആ 6 എവിടെ എഴുതേണ്ടത്? ഇവിടാണോ എഴുതേണ്ടത്? ഇവിടെ എഴുതരുത്, ഇത് മിസ്റ്റേക്ക് ആണ്. നമ്മൾ എന്താണ്, ഈ 31ലെ 3 എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസിലാണ് അല്ലേ? ടെൻസിൻ്റെ പ്ലേസിലല്ലേ 3 ഇരിക്കുന്നത്. സോ ഈ ആൻസറിൻ്റെ ഈ 2ൻ്റെ തൊട്ട് താഴെ വേണം എഴുതാൻ 6. ഓക്കെ, ദെൻ ഇനി ഈ 3 കൊണ്ട് ടോപ്പിലുള്ള 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 3 2s are again 6. സോ ആ 6 എവിടെ വേണം എഴുതാൻ? ഈ 6ന് കഴിഞ്ഞതിന് ദാ ഇവിടെ. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ? അതല്ലേ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്താണ്, ഈ രണ്ട് നമ്പേഴ്സൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ എഴുതിയേക്കുന്ന പാറ്റേണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അല്ലാതെ ഇത് മാറ്റി 22ഉം 66 നമ്മൾ ആഡ് ചെയ്യരുത്. നമ്മൾ ഈ എഴുതിയേക്കുന്ന പാറ്റേണിൽ തന്നെ ആഡ് ചെയ്യുക. ഓക്കെ, സോ 2 എന്ത് ചെയ്യുക, 2 ഇവിടെ ആഡ് ചെയ്യാനൊന്നുമില്ല. സോ 2 ബ്രിങ് ഡൗൺ. ദെൻ 2 + 6, വാട്ട് ഇസ് ആൻസർ? 2 + 6 8. ദെൻ 6 അതുപോലെ തന്നെ താഴോട്ട് ഇറക്കുക. സോ 682. ഓക്കെ,
ഇസ് ഇറ്റ് ക്ലിയർ? സോ എങ്ങനെയാണ് നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ? സോ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ, കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾ തൽക്കാലം ഇത്രയും പഠിക്കുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 66. സോൾവ് ദ വേർഡ് പ്രോബ്ലംസ്. കണ്ടോ, കുറച്ച് വേർഡ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. സോ മിസ് ഇത് വായിക്കാം. ഫസ്റ്റ് വൺ, പേജ് നമ്പർ 66. പേജ് നമ്പർ 66. I read the question. First A, 72 people can sit in the one train compartment. How many people can sit in a train that has 7 compartments if all compartments have the same number of people? So what is the question? എന്താണ് ഒരു ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ എത്ര പേരാണ് ഇരിക്കുന്നത്? ഒരു ട്രെയിനിൽ എന്താണ് 72 പീപ്പിൾസ് എവിടെ ഇരിപ്പുണ്ട്? കമ്പാർട്ട്മെൻറ്റിൽ ഇരിപ്പുണ്ട്. ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ എ ട്രെയിൻ ദാറ്റ് ഹാസ് 7 കമ്പാർട്ട്മെൻറ്റ്? എത്ര കമ്പാർട്ട്മെൻ്റ് ഉണ്ട്? 7 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ എത്ര പേരാണ് ഇരിക്കുന്നത്? 72 പീപ്പിളാണ്. സോ 7 കമ്പാർട്ട്മെൻറ്റിൽ ഈക്വൽ പീപ്പിൾസാണ് ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഇരിക്കുന്നത്. എങ്കിൽ ടോട്ടൽ പീപ്പിൾസിൻ്റെ നമ്പേഴ്സാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് എഴുതിയേക്കുന്നത്? നമ്പർ ഓഫ് പീപ്പിൾ ഇൻ 1 കമ്പാർട്ട്മെൻറ്റ്. സോ നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ വൺ കമ്പാർട്ട്മെൻറ്റ് എത്രയാണ്? 72. ഒരു ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ 72 പീപ്പിളാണ് ഉള്ളത്. ഓക്കെ, സോ നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ്, എത്ര കമ്പാർട്ട്മെൻ്റ് ആണ് അവർ തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ് എത്രയാണ്? 7. Okay, so next, total number of people in the train. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഒരു കമ്പാർട്ട്മെൻറ്റിൽ 72 പീപ്പിൾ ഉണ്ട്. അപ്പോൾ 7 കമ്പാർട്ട്മെൻറ്റിൽ എത്ര പേരാണ്? ഓക്കെ, സോ 7 കമ്പാർട്ട്മെൻറ്റിൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ 72ഉം 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യണം? 72ഉം 7ഉം തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 72 ഇൻറ്റു 7. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 72 ഇൻറ്റു 7. സോ 72 ഇൻറ്റു 7. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ദ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, സോ 72നെ നമ്മൾ 7 കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് ഈ 7 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 7 2s are, വാട്ട് ഇസ് ആൻസർ? 7 2s are 14 അല്ലേ? 7 2s are 14. സോ ഇതിലെ 14ലെ 1സിൻ്റെ പ്ലേസിലുള്ള 4നെ മാത്രം ഇവിടെ എഴുതുക. 1 എന്ത് ചെയ്യുക? ക്യാരി ഓവറായിട്ട് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 7നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 7s are, വാട്ട് ഇസ് ആൻസർ? 7 7s are 49. എന്താ? 49. ഇനി എന്ത് ചെയ്യുക? ഈ 49ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. നമ്മൾ ക്യാരി ഓവറായിട്ട് എഴുതിയേക്കുന്ന 1 49ൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ 49 + 1 is 50. So the total number of people in the train 504. So 504 people ആണ് ആ 7 കമ്പാർട്ട്മെൻറ്റിലായിട്ട് ഉള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ?
So next question is, there are 31 packets of candles. Each packet have 15 candles. How many candles do all the packets have? എന്താണ് ക്വസ്റ്റ്യൻ? There are എത്രയാണ്? 31 packets of candles ആണ്. 31 packets of packets ഉണ്ട്. Each packet has 15 candles. ഓരോ പാക്കറ്റിലും എത്ര candles വെച്ചിട്ടുണ്ട്? 15 candles വെച്ചിട്ടുണ്ട്. How many candles do all the packet have? എങ്കിൽ മൊത്തത്തിൽ ആ പാക്കറ്റ് ഫുൾ എത്ര candles ആണുള്ളത്? സോ ഒരു പാക്കറ്റിൽ 15 candles ആണ്. അങ്ങനെ 35 പാക്കറ്റ്സിൽ എത്ര candles ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുക? 31നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ദ നമ്പർ ഓഫ് B, number of packet of candles. എത്രയാണ്? 31. Okay, then number of candles in each packet. എത്രയാണ്? 15. ഓക്കെ, ഒരു പാക്കറ്റിൽ എത്ര ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്? 15. ഓക്കെ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ക്യാൻഡിൽസ്. സോ എന്ത് ചെയ്യുക? 31നെ 15 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ലിസൺ കെയർഫുള്ളി. സോ 31 ഇൻറ്റു 15. എത്ര സ്റ്റെപ്പിലാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്? 3 steps. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഈ 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ 5നെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 5s are 5. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യുക? ഈ 5നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 5 3s are 15. 5 3s are 15. ആ 15 അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യുക? ഈ 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് സ്റ്റെപ്പ് 2. 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? 1. എവിടെ എഴുതേണ്ടത്? ഈ നമ്പേഴ്സിൻ്റെ ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പറിൻ്റെ തൊട്ട് താഴെ വേണം എഴുതാൻ. ഓക്കെ, ദെൻ ഇനി എന്താണ്? ഈ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 3s are 3. കണ്ടോ? 1 3s are 3. ഇനി എന്ത് വേണം? സ്റ്റെപ്പ് 3 എന്താ പറയുന്നത്? ഈ രണ്ട് നമ്പേഴ്സും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, സോ 5 plus 1 is 6. 3 plus 1 is 4. So the total candles is 465. Okay, is it clear? സോ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം. ഫസ്റ്റ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ അറിയണമെങ്കിൽ ഫസ്റ്റ് മിസ് എപ്പോഴും പറയുന്നതാണ് എന്തറിഞ്ഞിരിക്കണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. 2 to 10 വരെയുള്ള ടേബിൾസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പം നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ, അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സ് 2 എണ്ണം വരുന്നതിൻ്റെ നമ്പേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക. സോ ദാറ്റ് ഇതാകുമ്പോഴത്തേനും നമ്മുടെ ചാപ്റ്റർ ഓവറാണ്. സോ 2 ഡിജിറ്റ് നമ്പേഴ്സിന് മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് മാത്രമേ നിങ്ങൾക്കുള്ളൂ. മിസ് പഠിപ്പിച്ച പ്രോബ്ലംസ് മാത്രം പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും.